നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2023 വന്ന വിമൻ റിസർവേഷൻ ബിൽ, വനിതാ റിസർവേഷൻ ബിൽ എന്നൊരു ബില്ലിനെ കുറിച്ചാണ്. അതൊരു നിയമമായി വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് അഭിലാഷ് NGS ചേരുന്നു. എല്ലാവർക്കും നീതിപാതയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. 2023 ഈ വനിതാ റിസർവേഷൻ ബിൽ അല്ലെങ്കിൽ വിമൻ റിസർവേഷൻ ബില്ല് നിലവിൽ വരുന്നത്. അപ്പോൾ ഒരു നിയമമായി ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു സംവരണം എന്ന വാക്ക് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും അതൊരു ആ ഒരു പ്രസക്തി വരുന്നത് അതൊരു സ്ത്രീ സംവരണ ബില്ല് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലേക്ക് ഉറപ്പിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബില്ലാണത്. അതിനെക്കുറിച്ചാണ് നമുക്കറിയുന്നത്. നമുക്കറിയാം, ഇവിടെ ഇലക്ഷൻ പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് അറിയാം. അപ്പം ഇതിനകത്ത് എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു എക്സാമ്പിളാണ് ഈ ഇലക്ഷൻ തന്നെ അല്ലെങ്കിൽ പറയുന്നത്. ഇലക്ഷൻ ഒരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. പ്രാതിനിധ്യം ഇല്ല എന്ന് തന്നെ പറയാം, വലിയ തോതിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പഴയ കാലത്തോട്ട് പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പോലും ആ സമയത്ത് ഉള്ള ആ ഒരു മുന്നണിയിൽ, അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തുള്ള ആ ഒരു സ്ട്രഗിളിൽ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിൽ തന്നെയും പുരുഷന്മാരുടെ പ്രാതിനിധ്യം മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. നമ്മളിപ്പോൾ തന്നെ പഴയ ഹിസ്റ്ററി ബുക്കുകൾ അല്ലെങ്കിൽ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് അറിയപ്പെടുന്നത് പുരുഷന്മാർ തന്നെയാണ്. വളരെ ചുരുക്കം, വിരളിൽ എണ്ണാവുന്ന തന്നെ അത്ര സ്ത്രീകൾ മാത്രമേ ഈ സ്വാതന്ത്ര്യ സമര നേതൃത്വ നിരയിലേക്ക് മുന്നിൽ നിൽക്കുന്നുള്ളൂ. വളരെ വിരളിലെല്ലാം എണ്ണാവുന്ന ലീഡേഴ്സേ ഉള്ളൂ. അതായത് സരോജിനി നായിഡു, അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ, ആനി മസ്ക്രി. നമുക്ക് വളരെ ഇത് ആലോചിച്ച് പറയാൻ തന്നെ ഈ രണ്ട് പേരുകളേ ഉള്ളൂ. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ വനിതാ പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു നേതൃനിരയിലേക്ക് ഉയർന്നു വരിക എന്ന് പറയുന്നത് ശരിക്കും അതൊരു വലിയ ടാസ്ക്കാണ്. അത് അന്ന് ആ പ്രാപ്യമായിട്ടുള്ള ഒരു, അതെ, നമുക്ക് വനിതാ നേതാക്കൾ ഇല്ല എന്നല്ല, പക്ഷേ അവിടെ നിന്നും നമ്മൾ 2023 അല്ലെങ്കിൽ 2024 എന്ന കാലഘട്ടത്തിൽ എത്തുമ്പോൾ പോലും ഭരണ അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്ത് വനിതകൾ കുറവാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ 2024 ഇന്ത്യയുടെ രാഷ്ട്രപതി എന്ന് പറയുന്ന ഒരു വനിതയാണ് എന്നൊരു സത്യവും നമ്മൾ മറക്കുന്നില്ല. പക്ഷേ എങ്കിലും കമ്പാരിറ്റീവ്ലി എല്ലാവരും പറയുന്ന പോലെ അതുകൊണ്ടാണല്ലോ ഈ ഒരു ബില്ലിൻ്റെ പ്രസക്തി, വിമൻ റിസർവേഷൻ ബില്ല് അല്ലെങ്കിൽ ഈ അതൊരു നിയമമായി വരുന്നതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് വനിതകൾക്ക് എല്ലാ അർത്ഥത്തിലും ഒരു പ്രാതിനിധ്യം, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം, മുൻനിരയിലേക്ക് വരിക എന്നുള്ളതാണ്. അതെ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ പഴയ കാലഘട്ടം തൊട്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു മുൻനിരയിലെത്താനുള്ള ഒരു അവസരം കിട്ടിയില്ല എന്ന് തന്നെ. ഇതിപ്പോൾ ഇങ്ങനൊരു സംവരണം വരുന്നതോടുകൂടി നിർബന്ധമായും അവിടെ വനിതകൾ തന്നെ വന്നേ തീരൂ. അത് അവിടെ വേറെ മറ്റൊരു ചോയ്സ് ഇല്ല എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതെ, ഇപ്പം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഘോഷിക്കപ്പെട്ട ഒരു പദമാണ് സമത്വം, സ്ത്രീ സമത്വം. പക്ഷേ എത്രത്തോളം സമത്വം ഉണ്ടെന്നുള്ളത് പേരിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രവൃത്തിയിൽ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവർക്ക് ഒരു അർഹമായ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാവുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഇത് ഉദ്ദേശിക്കുന്നത് ഈ സ്ത്രീ സംവരണ ബിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്സഭ, രാജ്യസഭ, അതുപോലെ തന്നെ സ്റ്റേറ്റിലുള്ള നിയമസഭകളിൽ, സംസ്ഥാനങ്ങളിലുള്ള നിയമസഭകളിലൊക്കെ ഏതാണ്ട് 1/3 പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷൻ, അതായത് 1/3 പ്രാതിനിധ്യം ഈ പറയുന്ന സഭകളിലൊക്കെ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് ഈ ബില്ലിൻ്റെ ആ പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, സമത്വം ഒരിക്കലും അതൊരു നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു മേഖലയായിട്ട് പോയി കഴിഞ്ഞു. പക്ഷേ കുറഞ്ഞ പക്ഷം അവർക്കൊരു 1/3 പ്രാതിനിധ്യമെങ്കിലും ഉണ്ടെങ്കിലേ സ്ത്രീകളുടെ അവരുടേതായിട്ടുള്ള
വിഷയങ്ങളെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് എന്താണ് വേണ്ടത്, അർഹമായിട്ടുള്ള സേവനവും ആനുകൂല്യങ്ങളും ഒരു പ്രവർത്തനവും എല്ലാം നേടിയെടുക്കുക, അതാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം അത് വളരെ അതാണ് പ്രധാനം. കാരണം എന്താണ് ഈ ബില്ല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ടുള്ള ഒരു 1/3 സംവരണം വനിതകൾക്ക് ലഭിക്കുക. അതെ, ഒരു എടുത്തു പറയത്തക്ക പ്രകടമായിട്ടുള്ള ഘടകം. അതിൻ്റെ ഒരു ഈ നിയമത്തിൻ്റെ ഒരു എന്താണ് ഒരു രത്ന ചുരുക്കം എന്ന് പറയും. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനമന്ത്രിയൊക്കെ എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ പേര് മാത്രമേ നമുക്ക് പറയാവുള്ളൂ. ഇപ്പോഴും പ്രസിഡൻ്റുണ്ട്, പ്രസിഡന്റ് ഇതിന് മുമ്പും ഒക്കെ ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഒരേ ഒരു വനിതയെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് ശ്രീമതി ഇന്ദിരാഗാന്ധി മാത്രം തന്നെയാണ്. മറ്റാരും ആ രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഒന്നോ രണ്ടോ. തമിഴ്നാട്ടിൽ ശ്രീമതി ജയലളിത അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അതും നമുക്ക് എടുത്ത് പറയേണ്ടത് ഇപ്പോഴുള്ള അത് പ്രത്യേകിച്ചും നമ്മൾ ഒരു സ്റ്റേറ്റ് ഭരിക്കുക എന്ന അവസ്ഥയിലേക്കൊക്കെ വരുമ്പോഴാണ് വനിതകളുടെ പ്രാതിനിധ്യം കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ശ്രീമതി. അപ്പം ഇത്രയൊക്കെ വനിതകൾ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ എടുത്ത് പറയാൻ കഴിയുള്ളൂ. മുൻനിര രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന വനിതകളെന്ന് നമുക്ക് ഇത്രയും പറയാൻ സാധിക്കുന്നുള്ളൂ. അതെ. മറ്റൊരു ഈ ഒരു ബില്ലിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 106ാമത്തെ ഭേദഗതിയിൽ ഉൾപ്പെട്ട ഒരു ബില്ലാണ് ഇത്. വനിതാ സംവരണ ബില്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ബില്ലിനെ കുറിച്ചുള്ള ഈ ബില്ല് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ 2023 സെപ്റ്റംബർ മാസം 19-ാം തീയതിയാണ്. ലോക്സഭയിൽ അത് കേൾക്കുകയും എല്ലാവർക്കും അത് ഈ നമ്മുടെ ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഒരു അനുകൂല അഭിപ്രായമാണ് ഈ ബില്ലിനോട് എല്ലാവർക്കും ഉണ്ടായത്. കാരണം എന്നാൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ ലോക്സഭയിൽ വളരെ കുറച്ച് മാത്രമേ വനിതകളുടെ പ്രാതിനിധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ തർക്കമൊന്നുമില്ലാതെ തന്നെ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 454ഓളം പേര് അതിനെ വോട്ട് ചെയ്തു, അത് അംഗീകരിച്ചുകൊണ്ട് വോട്ട് ചെയ്തു. അങ്ങനെ ഒരു ബില്ല് വേണമെന്നും കാരണം അതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി അങ്ങനെയാണ്. അതുപോലെ തന്നെ തുടർന്ന് രാജ്യസഭയിലും അത് 214ഓളം വോട്ടുകൾ അനുകൂലിച്ചുകൊണ്ട് നേടുകയും അവിടെയും അത് പാസ്സാക്കുകയും ചെയ്തു. അതേ തുടർന്ന് പ്രസിഡൻ്റിൻ്റെ മുന്നിലേക്ക് അയക്കുകയും പ്രസിഡൻറ്റ് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തുടർന്നുടനെ തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനവും അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും വരുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇതിൽ കൂടുതലും ഈ വനിതാ ബില്ലിനെ കുറിച്ച് ഉള്ള ഒരു സംവാദം ഡിബേറ്റുകളിൽ കൂടുതലും ഉയർന്നു വന്നത് എന്തെന്നാൽ, ഈ പറയുന്ന നമ്മൾ നോക്കാം, നമ്മുടെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പ്രാധാന്യം വളരെ കുറവാണ്. പക്ഷേ എടുത്തു പറയത്തക്കത് ഒരു കാർഷിക മേഖലയിൽ മാത്രമാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രാതിനിധ്യം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷ്യ സുരക്ഷ അല്ലെങ്കിൽ ഭക്ഷ്യ സാധനങ്ങളെ ലഭ്യതയെക്കുറിച്ച് ഒരു വളരെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു അഭിവൃദ്ധിയിൽ എത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് പ്രധാനമായും നമ്മുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകൾ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന കൃഷി സംവിധാനത്തെ ഏറെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ഭക്ഷ്യസുരക്ഷ, നമുക്കിപ്പം മുമ്പത്തേക്കാൾ ദാരിദ്ര്യം, ഭക്ഷണം ലഭിക്കാത്ത ഒരവസ്ഥ വളരെ കുറവാണ്. അതിനൊക്കെ ഉള്ളൊരു പ്രത്യേകിച്ചും ഈ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ്. ഇപ്പോൾ നമുക്കറിയാം വടക്ക് സംസ്ഥാനങ്ങളിൽ പോയി ഈ കന്നുകാലികൾ വളർത്തുന്നതും നമ്മൾ പത്രത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നത് കന്നുകാലികൾ വളർത്തുന്നതും
അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്നതിനും എല്ലാത്തിനും ഒരു വനിതകൾ മുൻ രംഗത്ത് തന്നെ ഉണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും. അതുപോലെ തന്നെ ഈ ബില്ലിനെ കുറിച്ച് മറ്റ് ഒരുപാട് എതിർ അഭിപ്രായങ്ങളും വന്നു. കാരണം എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം ഒരു സ്ത്രീക്ക് സമൂഹം എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത്, അവർക്ക് എന്തുമാത്രം ഒരു നിയമപരിരക്ഷ നൽകുന്നു എന്നുള്ളത്. അതെ, അത് തീർച്ചയായും നമ്മൾ ഈ ഒരു ഇവിടെ തന്നെ പറയുന്നത് നീതിപഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ ആക്ടുകളെ കുറിച്ച്. പ്രൊട്ടക്ഷൻ ആക്ടുകൾ, വിമൻ പ്രൊട്ടക്ഷൻ ആക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ DV ആക്ട് ആയാലും ഡൊമസ്റ്റിക് വയലൻസ് അതിൻ്റെ അഗേൻസ്റ്റുള്ള ആക്ട്, അതുപോലെ തന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, പിന്നെ ഇതേപോലെ സെക്സ്വൽ ഹാരാസ്മെൻറ്റ് വർക്ക് പ്ലേസ് അതുപോലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ നിലവിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഈ റിസർവേഷൻ എന്ന ഒരു ബില്ല് പാസ്സാക്കുന്നതോടൊപ്പം വിമൻ റിസർവേഷൻ ബില്ല് അതൊരു നിയമമായി വരുന്നതോടുകൂടി തന്നെ സ്ത്രീ പ്രാതിനിധ്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ വിമൻ റിസർവേഷൻ ആക്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന്? ഫീച്ചേഴ്സ് നമ്മൾ കാര്യമായിട്ടുള്ളതൊക്കെ പ്രധാനമായിട്ടുള്ളത് സ്ത്രീകൾക്ക് ഒരു 1/3 സീറ്റ് സംവരണം കിട്ടുക എന്നുള്ളതാണ്. സീറ്റ് സംവരണം അത് ഏതാണ്ട് ഈ ഒരു ബില്ലിൻ്റെ അല്ലെങ്കിൽ ഇതോടനെ തന്നെ ഒരു വിമൻ റിസർവേഷൻ ആക്ട് 2023 ഉടനെ ആവുന്നത്. അതിനൊരു 15 കൊല്ലമാണ് ഈ പറയുന്ന നിയമത്തിൻ്റെ കാലാവധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, 15 കൊല്ലം ആകുമ്പോഴേക്കും സ്ത്രീകൾ ഏതാണ്ട് 1/3 മേഖല ഇതിലേക്ക് ഒരു പ്രാതിനിധ്യം ഉണ്ടാവും ഈ പറയുന്ന നിയമ സംവിധാന സഭകളിലെല്ലാം എന്നാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഇനാഗുറൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് പറയാം. അതായത് ഈ പറയുന്ന ഒരു സംവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. മുൻകൂട്ടി കാണുന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രതിനിധികൾ ഇത്രയും ഒരു ഫ്യൂച്ചർ കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ മേഖലയിൽ വരുന്നതോടുകൂടി ഒരു എന്താണ് സ്ത്രീ പ്രാതിനിധ്യം നിയമ നിർമ്മാണ സഭകളിൽ വരുന്നതോടുകൂടി മറ്റ് മേഖലകളിലും അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. മറ്റ് വേറെ ഏത് മേഖലകൾ എടുത്തു നോക്കിയാലും ജുഡീഷ്യറി ആയാലും ശരി സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ സർവീസുകളിലായാലും ശരി അവിടെയും വളരെ കുറവാണ്. അപ്പോൾ ഇതുവഴി മറ്റെല്ലാ മേഖലകളിലും അവർക്കൊരു പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അവരെ മുൻനിരയിൽ എത്തിക്കാൻ കഴിയും. നമുക്കറിയാം ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ സ്ത്രീകൾക്ക് സമത്വം നൽകിക്കൊണ്ടാണ്, പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സമത്വം നൽകിക്കൊണ്ടാണ് അത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു അവരുടെ ഒരു എന്താ പറയുക ഘടന തന്നെ അവരുടെ ഈ റൂൾസ് എന്ന് പറയുമല്ലോ, അവരുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അവരുടെ ആ ഒരു നിയമസംഹിതയെ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഈ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുക എന്നുള്ളത് ഇത്രയും ഒരു മനോഭാവം എടുത്തത് ഒരു അഭിനന്ദനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് 100% വരെയും അവർക്ക് സംവരണവും കാര്യങ്ങളും എപ്പോഴും എന്ത് കൊടുത്താലും ആ ഒരു പ്രാതിനിധ്യം നമുക്ക് ഇന്ത്യയിൽ ചിലപ്പോൾ വന്നുകൊണ്ടെന്നില്ല. അല്ല, അതെനിക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞത് അതെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ ഉന്നമനം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതെ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ, അപ്പോൾ 1/3 1/3 എന്ന് പറയുന്ന ആ ഒരു കണക്ക് ഈ ബില്ലിലേക്ക് അവതരിപ്പിക്കുകയും അതങ്ങനെ പാസ്സാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി അത് ഈ റിസർവേഷൻ അത് ഏതൊക്കെ തരത്തിലായിരിക്കാം ഈ സ്ത്രീകളെ അവരുടെ അത് എങ്ങനെയായിരിക്കും സഹായിക്കുന്നത് എന്നുള്ളത്? കൂടുതലും അവർക്കൊരു പൊതുരംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ആർജവം അവസരം. കാരണം മുമ്പ് സ്ത്രീകളെന്നുള്ളത് പിന്നിലെ പുരുഷന്മാർ നിർത്തിയിട്ടുള്ളൂ. ആ പിന്നിൽ നിന്ന് അവരൊരു എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിൽക്കുക. പുരുഷന്മാർക്ക് അന്ന് സ്ത്രീകൾക്കും ഈ പറയുന്ന ഒരു അവർക്കും അങ്ങനെ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു എന്താണ് ഒരു ഇലക്ഷനിൽ പങ്കെടുക്കണം, ഒരു ഇലക്ഷൻ പ്രതിനിധിയാവണം, ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ
ചുമതലയിൽ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് ആധിപത്യം പുരുഷന്മാർ പുലർത്തിയിരുന്നു, സ്ത്രീകൾ എപ്പോഴും അവരുടെ പിന്നിൽ മാത്രമായിരുന്നു. പക്ഷേ ഈ ഒരു ബില്ലോടുകൂടി 1/3 പ്രാതിനിധ്യം അവർക്കത് ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി ഉറപ്പ് നൽകുകയും 106ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി അല്ലെങ്കിൽ ഇത് ആക്ട് ആവുന്നതോടുകൂടി അവരെ അവിടെ വരത്തുള്ളൂ, വനിതകൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഫീച്ചർ. അവരെ ഇനി പിൻനിരയിൽ നിന്നാലും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ് ഈ പറയുന്ന നിയമം. അത് നിർബന്ധമായും മുന്നിലേക്ക് വരണം എന്നുള്ളൊരു കാര്യം. നമ്മൾ ആഗോള തലത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഇപ്പോഴും സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു തുല്യ പ്രാധാന്യം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള വോട്ടിംഗ് റൈറ്റ് പോലും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ബില്ല് പോലും അവതരിപ്പിക്കാത്ത രാജ്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക നിയമം പോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ട്. പക്ഷേ അതൊക്കെ അപേക്ഷിച്ച് ഇന്ത്യ എത്രയോ മുന്നിലോട്ട് വന്നിരിക്കുകയാണ്. നിയമത്തിൻ്റെ കാര്യത്തിലായാലും ഒത്തിരി കാര്യത്തിലായാലും. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മുമ്പ് സ്ത്രീക്ക് അത്ര ഒരു പ്രാധാന്യം കുടുംബത്തിൽ തന്നെ ഇല്ലായിരുന്നു. അവരൊരു വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഘട്ടത്തിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അത് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവരെ നിർബന്ധമായും ഒരു 1/3 സ്ഥാനം അവർക്ക് മാത്രം കൽപ്പിച്ചു കൊടുക്കുകയും. അല്ല, ഇതിപ്പോൾ വിദ്യാഭ്യാസത്തിലായാലും മറ്റുള്ള സാമൂഹിക മേഖലകളിലൊക്കെ സ്ത്രീ മുന്നേറ്റം നമുക്ക് കാണുന്നുണ്ട്. അതുകൂടി ഈ പൊളിറ്റിക്സിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കൂടി വരാൻ ഈ ബില്ല് സഹായമാവുന്നു എന്നുള്ളതിന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബില്ല് ഇനിയിപ്പോൾ ഒരു ആക്ട്, വിമൻ റിസർവേഷൻ ആക്ട് 2010 ഈ ആക്ടിൻ്റെ തുടക്കം. അതേ കടപിടിച്ചാണ് ഈ നിയമം വീണ്ടും കുറച്ചുകൂടെ അവർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് നിയമമായി മാറുകയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ പൊളിറ്റിക്സിൽ അവർക്ക് എത്രമാത്രം സ്ഥാനം നമുക്ക് കിട്ടുമെന്നോ ഉറപ്പായിട്ടും അവർക്ക് 1/3 കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ പ്രധാനമായും ഒരു ബില്ലിൻ്റെ ഒരു ഫീച്ചർ, അല്ലെങ്കിൽ ബില്ല് പ്രധാനം ചെയ്യുന്നത് അത് മാത്രമാണ്. അതാണ് ഇതിനകത്തുള്ള ഇപ്പം നമുക്കറിയാം നിയമസഭകളിലും ഈ പറയുന്ന ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നില്ല, എന്തുകൊണ്ടാണ് സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കാർഷിക മേഖലയിൽ കൂടുതൽ സ്ത്രീകളാണ്, അത് ഉയർന്നു വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു ചിട്ടാവട്ടങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ഏറ്റവും ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത് സ്ത്രീ എന്നുള്ള ഒരു നിലയിലേക്കാണ് ആ ഒരു സംവാദങ്ങളും മറ്റും വന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നേതൃത്വ നിരയിലും സ്ത്രീകൾ വരികയാണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു അഭിമാനവും അതുപോലെ തന്നെ നമ്മുടെ ഒരു ജനകീയമായിട്ടുള്ള മാറാൻ സാധിക്കുകയാണ്. കാരണം നേതൃത്വത്തിലേക്ക് എല്ലാവരും ഒരുപാട് പേര് സ്ത്രീകൾ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാജ്യത്തിനൊരു പുരോഗതി തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിമൻസ് റിസർവേഷൻ ബില്ല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിൻ്റെ ആവശ്യകത വന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ മുന്നേറ്റ നിലയിൽ സ്ത്രീകളില്ല എന്നുള്ളൊരു കണ്ടെത്തൽ തീർച്ചയായിട്ടും അങ്ങനെ അതുകൊണ്ടാണ് അതെന്തുകൊണ്ടാണ് അവരെ മാറ്റി നിർത്തിയതെന്ന് മാറ്റി നിർത്തിയതാണോ അല്ലെങ്കിൽ മാറി നിന്നതോ അല്ലേ? രണ്ട് രീതിയിൽ മുൻകാലങ്ങളിൽ വെച്ച് നമുക്കറിയാം. ഇപ്പം ഡിബേറ്റ് നടന്നപ്പോഴും അതിനകത്ത് പറഞ്ഞത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ അത് ഫിസിക്കലി വീക്കർ സെക്ഷനാണ്, അത് ഒരു ദുർബലരാണ് എന്നുള്ള കമ്പാരിറ്റീവ്ലി ഒരു ജെൻഡർ ഇക്വാലിറ്റി നമ്മൾ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയുന്നെങ്കിലും അത് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിൽ മാത്രമായിരുന്നു ഒതുങ്ങിയത്. പക്ഷേ ഈ ബില്ല് വഴി പ്രതിനിധി സഭകളിലും അവരുടെ പ്രാതിനിധ്യം വളരെയേറെ ശക്തിയേറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വീക്കർ സെക്ഷൻ എന്നുള്ളൊരു അവരെ അങ്ങനെ ഒരു ചട്ടക്കൂടിൽ നിർത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ വേണ്ടി ഒരു പ്രചോദനമായിട്ടാണ് ഈ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടേതായ ഒരു സ്ഥാനം ഇതിലൂടെ ലഭിക്കും എന്നുള്ളത് ഈ ബില്ല് പ്രാബല്യത്തിൽ വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റി
എത്രത്തോളം ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ആ ബില്ലിന് ഒരു അവലോകനം നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിലും അവർക്കൊരു 1/3 ഓപ്പർച്യൂണിറ്റി എങ്കിലും നമ്മുടെ നിയമ സംവിധാന സഭകളിൽ ഇപ്പോൾ കിട്ടുമെന്നുള്ളത് നമുക്ക് ഈ ബില്ല് കൊണ്ട് ഉറപ്പ് വരുത്താം. അതാണ് പ്രധാനമായും ഈ ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഒരുപാട് 2 സഭകളിലും ഒരുപാട് പ്രതിനിധികളുടെ ഉണ്ടെങ്കിലും മിക്കവാറും എന്നുവെച്ചാൽ ഏറെക്കുറെ മെജോറിറ്റിയിലും വളരെ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ പ്രതിനിധികൾ ആഗ്രഹിച്ചത് ഇങ്ങനെയൊരു ബില്ല് വേണമെന്നാണ്. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത് ആഗ്രഹിച്ചിരുന്നു, സ്ത്രീകൾക്കും ഒരു പ്രാതിനിധ്യം വരണം എന്നുള്ളത്, അവരെ മുൻനിരയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇവരുടെ ഈ വോട്ടിംഗ് ശതമാനം വെച്ച് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതൊരു നല്ല തുടക്കം തന്നെയാണ്. അതെ, നമുക്ക് മറ്റുള്ള നേരത്തെ പറഞ്ഞുള്ള നിയമങ്ങളുള്ളതുപോലെ തന്നെ ഇതൊരു നിയമമായിട്ട് വരികയും അതുമൂലം സ്ത്രീകൾക്ക് ഒരു മാറ്റം കാരണം നമുക്കറിയാം പ്രവർത്തകരായിട്ട് തന്നെ ഒരുപാട് സ്ത്രീജനങ്ങളൊക്കെ ഉണ്ട്. അവർ രാഷ്ട്രീയത്തിലെ മുൻനിരയിലേക്ക് വരികയും നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുകയും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കൊക്കെ അത് പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കും ഈ ബില്ല് ഉൾപ്പെടെയുള്ള വരുന്നത്. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് നിയമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അറിയാം നമ്മൾ പല നിയമങ്ങളിലൂടെയാണ് സ്ത്രീകളെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്. വൈവാഹിക ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഫാമിലി നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ വർക്ക് പ്ലേസിൽ നേരത്തെ പറഞ്ഞു, അതുപോലെ അവർക്ക് ജീവനാംശം കിട്ടുന്നതിൽ അതിലൊരു സംരക്ഷണം, എല്ലാത്തിലും അവർക്ക് നിയമം ഒരു പ്രൊട്ടക്ഷനും ഉറപ്പും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാനം അറിയാം, നമ്മൾ ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത്. ഒരു മദർലാൻഡാണല്ലോ. മദർലാൻഡ് എന്നുള്ളൊരു രീതിയിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു ബില്ല് അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു തുടക്കം തന്നെ ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഇപ്പോൾ വിമൻസ് റിസർവേഷൻ ബില്ല് അല്ലെങ്കിൽ 2023 2023 അതിനെക്കുറിച്ചൊക്കെ വരികയും അത് 206ാമത്തെ അമെൻമെൻ്റായിട്ട് 2 സഭകൾ അത് പാസ്സാക്കിയിരിക്കുന്നത്. അതിന് ഒരു നിയമമായിട്ട് വരികയാണ്, ഇനാക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് വരട്ടെ, അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ഇനി അതിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു നിയമ സംവിധാനം അല്ലെങ്കിൽ നിയമത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.